ഹായ് എവറി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. പഠിച്ചുകൊണ്ടിരിക്കുന്നത് തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ണ് തുടങ്ങി വെച്ചിട്ടുണ്ട്. കണ്ണിലെ പാളികളും അനുബന്ധ ഭാഗങ്ങളും, ലെയേഴ്സ് ഓഫ് ദി ഐ ആൻഡ് അസോസിയേറ്റഡ് പാർട്സ്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു വിട്ടു അല്ലേ. ഇത് എന്തൊക്കെയാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വായിച്ചു വിട്ടു. 3 ലെയേഴ്സ് പറഞ്ഞു, 2 ചേമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഒന്ന് വിശദമായിട്ട് പഠിക്കാം. പേജ് നമ്പർ 78 നോക്കി. ഇവിടെ പട്ടിക 3.3 കണ്ണിലെ പാളികൾ, അവരുടെ പ്രത്യേകതയും അവരുടെ ഫംഗ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് ആ പാളി ഇത് പഠിച്ചേക്കല്ലോ. ഫസ്റ്റ് നോക്കിക്കൊള്ളുക. കണ്ണിലെ 3 പാളികളാണ്. നമ്പർ 1 ദൃഢപടലം, നമ്പർ 1 ദൃഢപടലം, നമ്പർ 2 രക്തപടലം, നമ്പർ 3 ദൃഷ്ടിപടലം. ഇംഗ്ലീഷില് സ്ക്ലീറ, കൊറോയിഡ് ആൻഡ് റെറ്റിന. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്ക്ലീറയാണ് ബാഹ്യപാളി, ദി ഔട്ടർ മോസ്റ്റ് ലെയർ. ഏതാണ്? സ്ക്ലീറയാണ്. ദൃഢപടലം അഥവാ സ്ക്ലീറയാണ് കണ്ണിന്റെ ഏറ്റവും പുറമേ കാണുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി ഐ. കണ്ണിന്റെ ബാഹ്യപാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ. എന്ത് ചെയ്യുന്നു? ഏറ്റവും പുറം ഭാഗം ആയതുകൊണ്ട് നമുക്ക് എന്തുറപ്പിക്കാം? കണ്ണിന് ഉറപ്പും അതുപോലെ തന്നെ സംരക്ഷണം നൽകുന്നു. അപ്പൊ കണ്ണിന്റെ പുറം പാളിയാണ് കണ്ണിന് ഉറപ്പും അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ്, ദൃഢത, അതിൻ്റെ ഒരു എന്താ പറയാ, ഒരു ടെക്സ്ചർ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷന്, അതിൻ്റെ എന്താ പറയാ സ്റ്റെബിലിറ്റി, ഇതെല്ലാം നൽകുന്ന ആരാണ്? ദൃഢപടലമാണ്. കണ്ണിന് ഉറപ്പും അതുപോലെ തന്നെ ബലം എല്ലാം കൊടുക്കുന്ന ആരെയാണ്? ദൃഢപടലം. സ്ക്ലീറയാണ് അതിന്റെ ആ ഫംഗ്ഷൻ നടത്തുന്നത്. രണ്ടാമത്തെ പാളിയാണ് രക്തപടലം അഥവാ കൊറോയിഡ്. രക്തപടലം അഥവാ കൊറോയിഡ് അത് മധ്യപാളിയാണ്, മിഡിൽ ലെയർ ആണ്. മധ്യപാളിയാണ്, മിഡിൽ ലെയർ ആണ് കൊറോയിഡ്. ആന്തരപാളിയായ ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജൻ നൽകുന്നു, അതുപോലെ തന്നെ ഊഷ്മാവ് ക്രമീകരിക്കുന്നു. ആ പേര് നോക്കിയ രക്തപടലം. ധാരാളം രക്തക്കുഴൽ കാണപ്പെടുന്ന, ബ്ലഡ് വെസൽസ് കാണപ്പെടുന്ന പാളിയാണ് മധ്യപാളിയായിട്ടുള്ള, മിഡിൽ ലെയർ ആയിട്ടുള്ള കൊറോയിഡ് അഥവാ രക്തപടലം. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ആന്തരപാളിയായിട്ടുള്ള റെറ്റിനയ്ക്ക് അഥവാ ദൃഷ്ടിപടലത്തിന് ആവശ്യമായിട്ടുള്ള പോഷകവും അതുപോലെ തന്നെ ഓക്സിജനും, ന്യൂട്രിയൻസും ഓക്സിജൻ എത്തിക്കുക, അതുപോലെ തന്നെ അവിടെ എല്ലാം ഊഷ്മാവ് ക്രമീകരിക്കുക, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൊറോയിഡിന്റെ ഫംഗ്ഷൻ. സെക്കൻഡ് പാളിയാണ്. ദെൻ തേർഡ് വൺ, ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ദൃഷ്ടിപടലം അഥവാ റെറ്റിന ഇന്നർമോസ്റ്റ് ലെയർ ആണ്, ആന്തരപാളിയാണ്. ആന്തരപാളി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശഗ്രാഹി കോശങ്ങളെ വഹിക്കുന്നു, പ്രതിബിംബം രൂപപ്പെടുന്നു. അതായത് പ്രകാശഗ്രാഹികൾ ഞാൻ പഠിച്ചിട്ട് നമ്മൾ ആദ്യം ഫോട്ടോ റിസെപ്റ്റേഴ്സ് അഥവാ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ്, ഇന്നർമോസ്റ്റ് ലെയർ ആണ് നമ്മുടെ റെറ്റിന. അപ്പൊ അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. രണ്ടാമത്തെ നോക്കി, പ്രതിബിംബം രൂപപ്പെടുന്നു. ഇമേജ്, നമ്മൾ കാണുന്ന വസ്തുവിന്റെ ഇമേജ് ഫോം ചെയ്യുന്ന ലെയർ ആണ് നമ്മുടെ റെറ്റിന. പ്രതിബിംബം രൂപപ്പെടുന്നു. ഇതാണ് നമ്മുടെ 3 പാളികൾ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ദൃഢപടലം, നമ്മുടെ സ്ക്ലീറ. ദെൻ സെക്കൻഡ് വൺ രക്തപടലം, കൊറോയിഡ്. തേർഡ് വൺ ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഇത് നമുക്ക് ഇവരെ ഓരോരുത്തരെയും വിശദമായിട്ട് പരിചയപ്പെടാം. നോക്കിക്കോളൂ. ദൃഢപടലത്തിന്റെ ബന്ധപ്പെട്ട ഭാഗമാണ് കോർണിയ. ദൃഢപടലത്തിന്റെ അനുബന്ധമായിട്ടുള്ള സ്ക്ലീറയുടെ അസോസിയേറ്റഡ് പാർട്ടാണ് കോർണിയ എന്ന് പറയുന്നത്. നോക്കാം. ഇവിടെ നോക്കൂ. ഇതാ ഇവിടെ ഏറ്റവും പുറമേ കാണുന്ന പാളിയാണ് നമ്മുടെ സ്ക്ലീറ. ഈ പുറമേ കാണുന്ന പാളിയാണ് നമ്മുടെ സ്ക്ലീറ. ഇതാ ഈ പാളിയാണ് നമ്മുടെ സ്ക്ലീറ. ആ സ്ക്ലീറയുടെ അനുബന്ധ ഭാഗമാണ്, അവിടെ നോക്കിയത് അനുബന്ധ ഭാഗമാണ് നമ്മുടെ കോർണിയ. ഇവിടെ നോക്കുക, ഈ കോർണിയ. അപ്പൊ നമ്മുടെ കൃഷ്ണമണിയുടെ മുൻഭാഗത്തേക്ക് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഭാഗമാണ് കോർണിയ എന്ന് പറയും. കോർണിയ ഈ വാക്കിന് മുന്നേ ഇവിടെ കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടത്? യെസ്, നമ്മള് കൺജങ്ക്റ്റൈവ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. കൺജങ്ക്റ്റൈവ എവിടെ മാത്രമേ ഉള്ളൂ? കണ്ണിന്റെ മുൻഭാഗത്ത് കാണപ്പെടുന്നുണ്ട്, പക്ഷെ എവിടെ ഇല്ല? ഈ കോർണിയയിൽ എന്ത് കാണപ്പെടുന്നില്ല? കൺജങ്ക്റ്റൈവ കാണപ്പെടുന്നില്ല. അപ്പൊ കോർണിയ എന്തിന്റെ അനുബന്ധ ഭാഗമാണ്? സ്ക്ലീറയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ദൃഢപടലത്തിന്റെ ഭാഗമാണ് കോർണിയ. ഇനി കോർണിയയുടെ ഫംഗ്ഷൻ വായിച്ചു നോക്കാം. കോർണിയ കണ്ണിന്റെ സുതാര്യമായ മുൻഭാഗം, ദ ആന്റീരിയർ ട്രാൻസ്പെറന്റ് പാർട്ട്. ആന്റീരിയർ ട്രാൻസ്പെറന്റ് പാർട്ടാണ് നമ്മുടെ കോർണിയ. ആന്റീരിയർ മുൻഭാഗം, ട്രാൻസ്പെറന്റ് സുതാര്യം മീൻസ് വെളിച്ചം കടന്നു പോകാൻ കഴിയുന്ന ഭാഗമാണ് സുതാര്യം, അല്ലെ? അതായത് വെളിച്ചത്തെ
പ്രകാശത്തെ കടത്തിവിടുന്ന ഭാഗമാണ് സുതാര്യമായ ഭാഗം. പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇറ്റ് enters the light into the eye. കണ്ണകത്തേക്ക് പ്രകാശം കടത്തിവിടുന്ന കണ്ണിന്റെ ഏറ്റവും മുൻഭാഗത്തുള്ള സുതാര്യമായിട്ടുള്ള കണ്ണിന്റെ ആന്റീരിയർ ഭാഗത്ത് കാണപ്പെടുന്ന ട്രാൻസ്പെറന്റ് ആയ ഭാഗമാണ് എന്ത്? കോർണിയ. പഠിച്ചു വെക്കണം. കോർണിയ ദി ആന്റീരിയർ പാർട്ട് ഓഫ് ദി സ്ക്ലീറ വിച്ച് ഈസ് ട്രാൻസ്പെറന്റ്. അല്ലെ, സ്ക്ലീറയുടെ ഏറ്റവും മുൻഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് വിച്ച് ഈസ് ട്രാൻസ്പെറന്റ്, സുതാര്യമാണ്. പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഇതാണ് ദൃഢപടലവും അതിന്റെ ബന്ധപ്പെട്ട ഭാഗമായിട്ടുള്ള കോർണിയ. ദെൻ മൂവിങ് ടു ദി നെക്സ്റ്റ് ലെയർ, കൊറോയിഡ് അഥവാ രക്തപടലം. കൊറോയിഡ് അഥവാ രക്തപടലം. അതിന്റെ ബന്ധപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് സീലിയറി പേശികൾ, സീലിയറി മസിൽസ്. 2 ഐറിസ്. ദെൻ തേർഡ് വൺ കോൺവെക്സ് ലെൻസ്. നോക്കാം. ആദ്യം സീലിയറി പേശികൾ. ഇവിടെ നോക്കിയേ, നമുക്ക് ആദ്യം കൊറോയിഡ് കാണാം. ഈ റെഡ് കളറിൽ, ഇവിടെ നോക്കിയേ, റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഈ ഭാഗമാണ് നമ്മുടെ കൊറോയിഡ്. റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഈ ഭാഗമാണ് നമ്മുടെ കൊറോയിഡ്. കാരണം രക്തപടലമാണ്, ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ആ കൊറോയിഡിന്റെ ബന്ധപ്പെട്ട ഭാഗമാണ് സീലിയറി പേശി. ഇവിടെ നോക്കിയതാ, ഈ റെഡ് കളറിലുള്ള ഈ ഒരു പോർഷനാണ് നമ്മുടെ കൊറോയിഡ്. കൊറോയിഡിൽ നിന്ന് വരുന്ന ഭാഗമാണ് നമ്മുടെ സീലിയറി പേശികൾ. സീലിയറി പേശികൾ. ഓക്കെ, സീലിയറി പേശികൾ നോക്കാം. എന്താണ് സീലിയറി പേശികൾ? സീലിയറി മസിൽസ് ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തുന്നു, ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു. സീലിയറി പേശികൾ, സീലിയറി മസിൽസ് which controls or which regulates the curvature of the lens. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, കർവേച്ചർ, ഫോക്കസ് ലെങ്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ ഇവിടെ ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നത് നമ്മുടെ സീലിയറി പേശികളാണ്. അടുത്തുള്ള വസ്തുക്കളെയും ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുമ്പോഴൊക്കെ ലെൻസിന്റെ വക്രതയ്ക്ക് മാറ്റം വരുന്നുണ്ട്. ആ വക്രതയ്ക്ക് മാറ്റം വരുത്താൻ സഹായിക്കുന്ന മസിൽസ് ആണ് സീലിയറി മസിൽസ് അഥവാ സീലിയറി പേശികൾ. രണ്ടാമത്തെ ഭാഗമാണ് ഐറിസ്. ഐറിസ് ഐറിസ് നോക്കൂ, പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഐറിസിലെ 2 തരം പേശികൾ പ്യൂപ്പിളിന്റെ വലുപ്പം ക്രമീകരിക്കുന്നു, പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നുണ്ട്. ഐറിസിൽ മെലാനിൻ എന്ന വർണ്ണവസ്തു അടങ്ങിയിരിക്കുന്നു. മെലാനിൻ ഐറിസിൽ നിറം നൽകുന്നതോടൊപ്പം അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഈ മെലാനിൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മെലാനിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിഗ്മെന്റ് ആണ്. കണ്ണില് പിഗ്മെന്റ് ഉള്ള ഭാഗം ഏതാണ്? നമ്മുടെ കൃഷ്ണമണിയാണ് അല്ലെ. ഇതാ നോക്കോളൂ, ഇതിൽ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം നമുക്കത് ഒരു സൈഡ് വ്യൂ ആണല്ലേ. ഓക്കെ, ഐറിസ് ദാ, സോറി, ഐറിസ് ഈ ഭാഗമാണ് ഐറിസ്. ഇതും അത് സൈഡ് വ്യൂ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഐറിസിന്റെ മധ്യഭാഗമാണ് പ്യൂപ്പിൾ. കൃഷ്ണമണിക്കകത്തൊരു കുഞ്ഞു അപ്പേർച്ചർ ഇല്ലേ, ഒരു കുഞ്ഞു സുഷിരമില്ലേ, അതെന്ത്? പ്യൂപ്പിൾ. ആ പ്യൂപ്പിളിലൂടെ എന്ത് ചെയ്യുന്നു? കോർണിയ വഴി പ്യൂപ്പിളിലൂടെ പ്രകാശം ഉള്ളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അതുകൊണ്ട് ഐറിസിന്റെയും പ്യൂപ്പിളിന്റെയും കയ്യിലാണ്. ഓക്കെ, ഐറിസിന്റെ മധ്യഭാഗമാണ് പ്യൂപ്പിൾ. ഐറിസിന്റെ നോക്കൂ, ഐറിസിന്റെ മധ്യഭാഗത്തുള്ള ഒരു സുഷിരമാണ്, ഒരു അപ്പേർച്ചർ ആണ്, ഹോൾ ആണ് എന്ത് നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിൾ വായിച്ചു നോക്കും. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഐറിസിലെ 2 തരം പേശികൾ പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഇപ്പൊ പഠിക്കാൻ ഇതാ നോക്കുന്നതാണ്. നമ്മുടെ നോക്കൂ, ഇതാണ് നമ്മുടെ ഐറിസ്. ഐറിസിന്റെ മധ്യഭാഗമാണ് പ്യൂപ്പിൾ. ഐറിസിന്റെ മധ്യഭാഗമാണ് പ്യൂപ്പിൾ. ഓക്കെ, ഇതാണ് പറയപ്പെട്ട പേശികൾ. ഐറിസിലെ 2 തരം പേശികളുണ്ട്. വലിയ പേശികളുണ്ട്, റേഡിയൽ പേശികളുണ്ട്. സർക്കുലാർ മസിൽസ് ഉണ്ട്, റേഡിയൽ മസിൽസ് ഉണ്ട്. അപ്പൊ ഐറിസിൽ കാണപ്പെടുന്ന ഈ 2 മസിൽസ് ആണ് പ്യൂപ്പിളിന്റെ വലുപ്പം ക്രമീകരിക്കുന്നത്. ഐറിസിൽ കാണപ്പെടുന്ന ഈ 2 തരം മസിൽസ് ആണ് പ്യൂപ്പിളിന്റെ വലുപ്പം ക്രമീകരിക്കുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ആ മസിൽസിന്റെ പേര് പഠിക്കേണ്ട, നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. പ്രകാശ തീവ്രത അല്ലെ, അതായത് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റും ഡിം ലൈറ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കണ്ണിന് ആവശ്യമായിട്ടുള്ള വെളിച്ചം ക്രമീകരിക്കുന്നത് എന്താണ്? ഐറിസിന്റെ നടുക്ക് കാണുന്ന പ്യൂപ്പിളാണ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച്, അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഐറിസിൽ കാണപ്പെടുന്ന 2 തരം പേശികളാണ് പ്യൂപ്പിളിന്റെ വലുപ്പം ക്രമീകരിക്കുന്നത്. പ്യൂപ്പിളിന്റെ വലുപ്പം ക്രമീകരിക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കണ്ണിലേക്ക് എത്രത്തോളം ലൈറ്റ് പ്രവേശിക്കണമെന്ന് നിയന്ത്രിക്കുന്നത്. പ്രകാശത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? എമൗണ്ട് ഓഫ് ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആണ്, ഐറിസിൽ കാണപ്പെടുന്ന വർണ്ണ വസ്തുവിന്റെ പേരാണ് മെലാനിൻ.
ഐറിസിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവിന്റെ പേരാണ് മെലാനിൻ. അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണിന് നിറം നൽകുന്നുണ്ട്. അതോടൊപ്പം അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ആഗിരണം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഐറിസിന്റെ പോയിന്റ്സ്. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള കൊറോയിഡിന്റെ രക്തപഠനത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ് കോൺവെക്സ് ലെൻസ്. വസ്തുവിന്റെ ചെറുതും യഥാർത്ഥവും തല കീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്നു. ഇവിടെ നോക്കൂ, ഇതാ നമ്മുടെ ലെൻസ്, ഇതാ ലെൻസ്, കോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഇതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. പഠിച്ചു വെക്കണം, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസ് നമ്മുടെ റെറ്റിന, ഉള്ളിൽ കാണുന്ന ഈ റെറ്റിന എന്ന് പറയുന്ന ഈ പാളിയിൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഇമേജ് ഫോം ചെയ്യുക? ഇതാ ചെറുതാണ്, സ്മോൾ ആണ്. തല കീഴായത് ഇൻവേർട്ടഡ് ആണ്. ദെൻ റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ ഇമേജ് ആണ്. അപ്പൊ എന്തൊക്കെ പ്രത്യേകതകളാണ് റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിനുള്ളത്, എന്തൊക്കെ പ്രത്യേകതകളാണ് റെറ്റിനയിൽ കാണപ്പെടുന്ന ഇമേജിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പോയിന്റ്സ് ആണ്. ഒന്ന്, സ്മോൾ ആയിരിക്കും, വസ്തുവിനേക്കാളും ചെറിയ ഇമേജ് ആയിരിക്കും. ദെൻ അത് ഇൻവേർട്ടഡ്, തല കീഴായതായിരിക്കും. ദെൻ റിയൽ ഇമേജ് ആയിരിക്കും, യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രതിബിംബമായിരിക്കും അവിടെ കാണുന്നത്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് നമ്മുടെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാ വായിച്ചു നോക്കൂ. ഒന്ന്, ചെറുതാണ്. 2, യഥാർത്ഥമാണ്, റിയൽ ആണ്. തല കീഴായത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതൊക്കെ നേരിട്ട്, അപ്പോൾ നമ്മൾ കാണുന്ന വസ്തു തല കുത്തനല്ല നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ട് പഠിക്കാനുണ്ട്, നമുക്ക് വഴി പറഞ്ഞുതരാം. റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകതയാണ് സ്മോൾ, ഇൻവേർട്ടഡ് ആൻഡ് റിയൽ. ചെറുത്, യഥാർത്ഥം, തല കീഴായത്. അതെങ്ങനെയാണ് തല കീഴായതൊക്കെ റെഡിയായി വരിക നമുക്ക് അതിൽ പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പാളിയാണ് റെറ്റിന അഥവാ നമ്മുടെ ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹികളുടെ ഒരു പാളിയാണത്. പ്രകാശഗ്രാഹികളുടെ പാളിയാണ് നമ്മുടെ റെറ്റിന, അല്ലെ? പ്രകാശഗ്രാഹികളെ ഉൾക്കൊള്ളുന്ന പാളിയാണ് നമ്മുടെ റെറ്റിന അഥവാ ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹി കോശങ്ങളായിട്ടുള്ള ഏതാ പ്രകാശഗ്രാഹി കോശം എന്ന് പറയുന്നത്? ഫോട്ടോ റിസെപ്റ്റർ. പ്രകാശഗ്രാഹി കോശങ്ങളായ ഏതൊക്കെയാണ്? റോഡ് കോശങ്ങൾ. ഒന്ന്, വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും അതുപോലെ തന്നെ കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയുന്നു. എന്നാൽ കോൺ കോശങ്ങൾ തീവ്ര പ്രകാശത്തിലെ കാഴ്ചയും വർണ്ണ കാഴ്ചയും നൽകുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. നമ്മുടെ 2 types ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ്. പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ഇവിടെ എഴുതാം. ഓക്കെ, 2 തരത്തിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. 2 types ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. 2 തരത്തിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്. ഒന്നാണ് റോഡ് കോശം, രണ്ടാമത്താണ് കോൺ കോശം. ഇനി എന്താണ് റോഡ് കോശം, എന്താണ് കോൺ കോശം നോക്കാം. റോഡ് കോശം, റോഡ് ആലോചിക്കുക. റോഡ് ഡാർക്ക് കളർ അല്ലേ? അപ്പൊ നോക്കിയേ, വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത്, ഡിം ലൈറ്റിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന കോശമാണ് റോഡ് കോശം. അതിൽ കറുപ്പും വെളുപ്പും ഒക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്ത് തന്നെയാണ്? റോഡ് കോശമാണ്. അപ്പൊ റോഡ് കോശം മാറി പോകണ്ട, റോഡ് ആലോചിക്കുക. റോഡ് ഡാർക്കാണ്. അപ്പൊ ഡാർക്കില്, ഡിം ലൈറ്റില്, ഇരുണ്ട വെളിച്ചത്തിൽ കറുപ്പിനെയും വെളുപ്പിനെയും ഒക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് എന്ത്? റോഡ് കോശം. എന്നാൽ കോൺ കോശം ആയിരിക്കുമ്പോൾ കോൺ ഐസ്ക്രീം ആലോചിക്കാം. കോൺ ഐസ്ക്രീം ഭയങ്കര കളർഫുൾ ആണല്ലേ? നോക്കിയേ, തീവ്ര പ്രകാശം, ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള വെളിച്ചത്തില്, നല്ല ബ്രൈറ്റ് വെളിച്ചത്തിലൊക്കെ കാണാൻ സഹായിക്കും. അതുപോലെ തന്നെ വർണ്ണ കാഴ്ച, നിറങ്ങളൊക്കെ അല്ലെ, ഓരോ നിറങ്ങളെയും വ്യത്യാസപ്പെടുത്തി തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളാണ് നമ്മുടെ കോൺ കോശങ്ങൾ. ഇനി ഇതാണ് പ്രകാശഗ്രാഹി കോശങ്ങളുടെ ഒരു മിനിയേച്ചർ ഫോം. റോഡ് കോശം, കോൺ കോശം, രണ്ടിന്റെയും ഫംഗ്ഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്താണ് ബൈപോളാർ കോശപാളി, ഗാംഗ്ലിയോൺ കോശപാളി. ഇവിടെ നോക്കിയേ, ഈ ഒരു ഭാഗം, ഇത് നമ്മുടെ റെറ്റിനയുടെ ഒരു ഛേദമാണ്. റെറ്റിനയുടെ ക്രോസ് സെക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് കോശപാളികളുണ്ട്. ഒന്ന്, ഗാംഗ്ലിയോൺ കോശപാളി. 2, ബൈപോളാർ കോശപാളി. 3, പ്രകാശഗ്രാഹികളുടെ പാളി. ഗാംഗ്ലിയോൺ സെൽ ലെയർ, ബൈപോളാർ സെൽ ലെയർ, ഫോട്ടോ റിസെപ്റ്റർ ലെയർ. ഓക്കെ, ഏതൊക്കെയാണ്? ഗാംഗ്ലിയോൺ സെൽ ലെയർ, ബൈപോളാർ സെൽ ലെയർ, ഫോട്ടോ റിസെപ്റ്റർ ലെയർ. നോക്കാം. ഫസ്റ്റ് വൺ, അതിൽ ഫോട്ടോ റിസെപ്റ്റർ പഠിച്ചു കഴിഞ്ഞു കേട്ടോ.
ഇനി എന്താണ് ബൈപോളാർ കോശപാളി? എന്താണ് ബൈപോളാർ സെൽ ലെയർ? പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശം കൈമാറുന്ന ആരാണ്? നമ്മുടെ ബൈപോളാർ കോശപാളി. ഇവിടെ നോക്കി ഇതാ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശപാളിയിലേക്ക് സന്ദേശങ്ങളെ കൈമാറാൻ സഹായിക്കുന്ന നടുക്കുള്ള പാളിയാണ് ആര്? ബൈപോളാർ പാളി. ബൈപോളാർ പാളി. അപ്പൊ ഈ ഒരു ഓർഡർ പഠിച്ചാൽ മതി. ആദ്യം നമ്മുടെ പ്രകാശഗ്രാഹി, ഞാൻ വേറെ കളർ എടുക്കാം കേട്ടോ. ആദ്യം നമ്മുടെ പ്രകാശഗ്രാഹിയുടെ പാളിയുണ്ട്, പിന്നെ ഒരു ബൈപോളാർ പാളിയുണ്ട്, പിന്നെ നമ്മുടെ ഗാംഗ്ലിയോൺ കോശപാളിയുണ്ട്. ഇനി ഫംഗ്ഷൻ എന്താ? ബൈപോളാർ പാളിയുടെ ഫംഗ്ഷൻ എന്താ? പ്രകാശഗ്രാഹി പാളിയിൽ നിന്ന് ഈ ഗാംഗ്ലിയോൺ പാളിയിലേക്കുള്ള സന്ദേശങ്ങളെ കൈമാറുന്ന ഭാഗമാണ് ബൈപോളാർ പാളി. നോക്കാം, ഇതാ വായിച്ചു നോക്കും. പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങളെ കൈമാറുന്നുണ്ട്. ഇതാ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക്, ഫോട്ടോ റിസെപ്റ്റർ സെൽസിൽ നിന്ന് ഗാംഗ്ലിയോൺ സെൽസിലേക്ക് സന്ദേശങ്ങളെ, മെസ്സേജുകളെ കൈമാറുന്ന ഭാഗമാണ് നമ്മുടെ ബൈപോളാർ പാളി. അടുത്ത് എന്താണ് ഈ ഗാംഗ്ലിയോൺ കോശപാളി? നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങളെ കൈമാറുന്നു. അപ്പൊ ഇതിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്ന് അറിയാം. ആദ്യം നമ്മുടെ ഫോട്ടോ റിസെപ്റ്റർ പ്രകാശം വന്നു, അവിടെ ഇമേജ് ഒക്കെ ഫോം ചെയ്തു. ആ സന്ദേശം ബൈപോളാർ കോശപാളി എടുത്തു. അതിൽ നിന്നത് ഗാംഗ്ലിയോൺ കോശപാളിയിലേക്ക് പോയി. ഗാംഗ്ലിയോൺ കോശപാളിയിൽ നിന്ന് ഒപ്റ്റിക് നെർവിലേക്ക്, നേത്ര നാഡിയിലേക്കാണ് പോകുന്നത്. നേത്രനാഡിയിലേക്ക്, ഇവിടെ നോക്കി വായിച്ചോക്കി. നേത്രനാഡിയിലേക്ക്, ഒപ്റ്റിക് നെർവിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്നുള്ള സന്ദേശങ്ങളെ കൈമാറുന്ന ഭാഗമാണ് ഗാംഗ്ലിയോൺ കോശപാളി. അപ്പൊ ഈ ഒരു ഓർഡർ പഠിച്ചാൽ മതി. ഈ ഒരു ഓർഡർ പഠിച്ചേക്കണേ. ആദ്യം ഫോട്ടോ റിസെപ്റ്റർ സെൽസ്, പിന്നെ ബൈപോളാർ സെൽ ലെയർ, പിന്നെ ഗാംഗ്ലിയോൺ സെൽ ലെയർ, ലാസ്റ്റ് വൺ ഒപ്റ്റിക് നെർവ്. അങ്ങനെയാണ് ഫ്ലോ ചാർട്ട് മലയാളത്തില്. പ്രകാശഗ്രാഹികളുടെ പാളി ആദ്യം സന്ദേശങ്ങളെ ബൈപോളാർ പാളിയെ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ബൈപോളാർ പാളിയിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു? ഗാംഗ്ലിയോൺ കോശപാളി കൊടുക്കുന്നു. ഗാംഗ്ലിയോൺ കോശപാളിയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? നേത്രനാഡിയിലേക്ക് കൈമാറുന്നുണ്ട്. ഇത്രയാണ് കണ്ണിലെ പാളികളും അവയുടെ ധർമ്മവും. ഓക്കെ, ക്ലാസ് ഇതൊന്നുകൂടി വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം കേട്ടോ. നമ്മൾ വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒറ്റവട്ടം മാത്രം പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വീണ്ടും ക്ലാസ് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോസ് ചെയ്തിട്ട് വീണ്ടും ബാക്ക് അടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, കണ്ണിലെ പാളികളെയും ധർമ്മം ഉൾപ്പെടുത്തിയുള്ള ഫ്ലോ ചാർട്ടാണ് നോക്കാം. ആദ്യം സ്ക്ലീറ അഥവാ ദൃഷ്ടിപടലം. സെക്കൻഡ് വൺ കൊറോയിഡ് അഥവാ രക്തപടലം. തേർഡ് വൺ റെറ്റിന അഥവാ ദൃഷ്ടിപടലം. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഈ ഫംഗ്ഷൻ എന്താണ് സ്ക്ലീറയുടെ ഫംഗ്ഷൻ? അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഷേപ്പ്, അതിൻ്റെ ദൃഢത, ആകൃതി, ഇതെല്ലാം മെയിൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ദൃഢപടലമാണ്. വായിച്ചു നോക്കാം. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നു. Then second one choroid. choroid ഒരു ബ്ലഡ് വെസൽസിന്റെ ലെയർ ആണ്. റെറ്റിനയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകവും ന്യൂട്രിയൻസും നൽകുന്നു. പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു റെറ്റിന. പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി റെറ്റിന. വായിച്ചു നോക്കിയതാ. ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജൻ നൽകുന്നു, ഊഷ്മാവ് ക്രമീകരിക്കുന്നു.
മെയിൻറ്റെയിൻസ് ദി ടെമ്പറേച്ചർ. ആൻഡ് തേർഡ് വൺ, റെറ്റിന, പ്രതിബിംബം രൂപപ്പെടുന്നു, ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. കണ്ണ് പഠിച്ചു, കണ്ണിലെ ലെയേഴ്സ് പഠിച്ചു, ഓരോ ലെയേഴ്സിൻ്റെയും ബന്ധപ്പെട്ട ഭാഗം പഠിച്ചിട്ടുണ്ട്. വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലെയേഴ്സ് ഓഫ് ദി ഐ നോക്കാം. താങ്ക് യു.